അവർക്കും എക്സൽ PSC എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠമായ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന പാഠത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ഉപഭോക്തൃ ദിനത്തോട് അനുബന്ധിച്ച് സ്കൂളിൽ നടത്തുന്ന സെമിനാറിലെ വിഷയാവതരണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നതാണ് ആദ്യത്തെ പ്രധാന ചോദ്യം. അപ്പോൾ അതിനുത്തരം വായിക്കാം. ഉപഭോഗം, ഉപഭോക്താവ്, പിന്നെ ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ, പിന്നെ ഉപഭോക്തൃ കോടതി ഘടന അധികാരങ്ങൾ, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ. ഇതൊക്കെയാണ് ഈ ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന സെമിനാറിലെ വിഷയാവതരണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന പോയിന്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ, പിന്നെ സംതൃപ്തിയും സംരക്ഷണവും, സംതൃപ്തി സാറ്റിസ്ഫാക്ഷനും പിന്നെ പ്രൊട്ടക്ഷനും. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉപഭോക്തൃ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏവ എന്നതാണ് രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാദേശികമായിട്ട് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വായിക്കാം. ബോധവൽക്കരണ പരിപാടികൾ നടത്താം. അതുപോലെ ഉപഭോക്തൃ സംഘടനയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്താം. അതുപോലെ ഉപഭോക്തൃ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ. ഇതൊക്കെയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നമുക്ക് ഇടപെടാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യ അടക്കം 120ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥാപനം ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിനുത്തരം ISO ആണ്. ISO എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് വായിക്കാം. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്നാണ് ഈ ISOയുടെ ഫുൾ ഫോം. അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഇനി നാലാമത്തെ ചോദ്യം. നൽകിയിട്ടുള്ള ചിഹ്നം ഉപഭോക്താവിനെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ അതിലൊരു ചിത്രം തന്നിട്ടുണ്ട്. അത് BIS 100% ഹോൾമാർക്ക്ഡ് ജ്വല്ലറി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചിഹ്നമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഉപഭോക്താവിനെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു അത് വായിക്കാം. അതിനുത്തരം സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പാക്കുന്നു. അപ്പോൾ അതാണ് ഈ BIS ഹോൾമാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏതാണ്? അപ്പോൾ അതിൽ കുറച്ച് വകുപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഡ്രഗ് കൺട്രോൾ വകുപ്പ്, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ലീഗൽ മെട്രോളജി വകുപ്പ്. ഇതൊക്കെയാണ് വകുപ്പുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? അത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ് അതിനുത്തരം. ഇനി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതല എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വായിക്കാം. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഇതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതല. ഏഴാമത്തെ ചോദ്യം. പരസ്യങ്ങൾ ഗുണമോ ദോഷമോ എന്ന വിഷയത്തിൽ നടക്കുന്ന സംവാദത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വാദഗതികൾ എന്തെല്ലാമായിരിക്കും? അപ്പോൾ എന്തെല്ലാമായിരിക്കും നമ്മുടെ വാദഗതികൾ? വായിക്കാം. പരസ്യങ്ങൾ ഗുണകരമാണെന്ന് സമർത്ഥിക്കാനുള്ള വാദഗതികളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയാൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവ് ഈ പരസ്യത്തിലൂടെ ലഭിക്കുമെന്നാണ് ആദ്യത്തെ പോയിന്റിൽ അവർ പറയുന്നത്. അതുപോലെ വാണിജ്യരംഗം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കച്ചവടത്തെ അത് ശക്തിപ്പെടുത്തുന്ന പറയുന്നത്. ഒരുപാട് വസ്തുക്കൾ വരുമ്പോൾ അത് കച്ചവടം വർദ്ധിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. പിന്നെ വില, ഗുണം എന്നിവ മനസ്സിലാക്കാൻ. അപ്പോൾ മിക്കവാറും പ്രോഡക്റ്റുകൾ വില പ്രദർശിപ്പിക്കും, അതുപോലെ ഗുണം അതൊക്കെ പ്രദർശിപ്പിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പരസ്യങ്ങളിൽ കൂടെ വസ്തുക്കളുടെ ഗുണനിലവാരവും വില നിലവാരവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ തൊഴിൽ മേഖല എങ്ങനെ പരസ്യങ്ങൾ സഹായിക്കുന്നത്? അപ്പോൾ ഈ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ജോലി ലഭിക്കും. അപ്പോൾ അത് തൊഴിൽ മേഖലയിലും നല്ലൊരു ഉണർവ് ഉണ്ടാക്കാൻ സഹായിക്കും എന്നാണ് പരസ്യങ്ങൾ ഗുണകരമാണ് എന്ന് സമർത്ഥിക്കാനുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് നമുക്ക് നൽകാൻ കഴിയുക. ഇനി പരസ്യങ്ങൾ ദോഷകരമാണെന്ന് സമർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരങ്ങൾ വായിക്കാം. കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത. അപ്പോൾ ഒരു ഉൽപ്പന്നം നമ്മൾ TV കാണാം, അത് ചില സോപ്പുകൾ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ വെളുക്കും. അതുപോലെ ചില ക്രീമുകൾ,
അല്ലെങ്കിൽ ശരീരത്തിലെ വേദന മാറ്റാം. പക്ഷേ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാലോ നമുക്ക് അതിനുള്ള അവർ പറയുന്ന ആ ഉറപ്പ് നമുക്ക് ലഭിക്കില്ല. അതാണ് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത. പിന്നെ വില വർധന, അതുപോലെ ഗുണനിലവാരം പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ വരുമ്പോൾ ഗുണനിലവാരം ചിലപ്പോൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പരസ്യങ്ങൾ ദോഷകരമാണ് എന്ന് സമർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങൾ. ഇനി ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാവൽക്കാരാണ് ഉപഭോക്തൃ കോടതികൾ പ്രസ്താവന സമർത്ഥിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ അതിനുത്തരം ഉപഭോക്തൃ കോടതികളുടെ ഏതെങ്കിലും 3 ലക്ഷ്യങ്ങൾ എഴുതാം. അപ്പോൾ അത് ഒന്ന് വായിക്കാം. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നു. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ഉപഭോക്താവിനെ നിയമപരമായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ജില്ലാ, സംസ്ഥാന, ദേശീയ ഉപഭോക്തൃ കോടതികളെക്കുറിച്ച് എഴുതിയാൽ അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരം കിട്ടും. അത് സ്കൂൾ കുട്ടികൾക്കാണ് ആവശ്യമുള്ളൂ, നമുക്കത് ആവശ്യമില്ല. ഇനി 9ാമത്തെ ചോദ്യം, ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃ ശീലങ്ങൾ 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം, സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക, അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടുക, സാധനങ്ങളുടെ നിലവാരം, പാക്കിംഗ്, തൂക്കം എന്നിവ ബോധ്യപ്പെടുക. ഇതൊക്കെയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃ ശീലങ്ങൾ. ഇനി 10ാമത്തെ ചോദ്യമാണ്, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എഴുതാം. ആവശ്യങ്ങൾ കൃത്യമായി നിജപ്പെടുത്തി ഉപഭോഗം നടത്താൻ, ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച് അറിവ് നേടാൻ, ശരിയായ തിരഞ്ഞെടുക്കലിന് പ്രാപ്തി നേടാൻ, അവകാശബോധമുള്ള ഉപഭോക്താവായി മാറാൻ. ഇതൊക്കെയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടാൽ എഴുതേണ്ടത്. ഇനി 11ാമത്തെ ചോദ്യം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന് സഹായകമായ 2 പ്രവർത്തനങ്ങൾ എഴുതുക. അപ്പോൾ അത് ഏതെല്ലാമാണ്? ബോധവൽക്കരണം, പിന്നെ ദിനാചരണം. ഇനി 12ാമത്തെ ചോദ്യം, സാമൂഹിക ഇടപെടലുകൾ ഉപഭോക്താക്കളുടെ സംതൃപ്തി ഉറപ്പുവരുത്തുന്നു, പ്രസ്താവന സാധൂകരിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം വായിക്കാം. ഉപഭോക്തൃ സംഘടനകളുടെ പ്രവർത്തനം, ഉപഭോക്തൃ ബോധവൽക്കരണം, പൊതു താൽപ്പര്യ ഹർജികൾ സമർപ്പിക്കൽ, മാധ്യമ പിന്തുണ. ഇതൊക്കെയാണ് സാമൂഹിക ഇടപെടലുകൾ ഉപഭോക്താക്കളുടെ സംതൃപ്തി ഉറപ്പ് വരുത്തുന്നു എന്ന് പ്രസ്താവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന ചിഹ്നമേത്? അത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന ചിഹ്നം ഏതാണ്? അഗ്മാർക്ക്. ഇനി അടുത്തത് ഒരു ചിഹ്നം തന്നിരിക്കുന്നു, ISI എന്ന പേരുള്ള ചിഹ്നം. ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതെല്ലാം ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാൻ കഴിയും? ഈ മുദ്ര നൽകുന്ന സ്ഥാപനമേത്? അപ്പോൾ ഈ ചിഹ്നത്തിനോട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തരം ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം. പിന്നെ ഏതെല്ലാം ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാൻ കഴിയും? വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ എന്നിവയിലാണ് ഈ ചിഹ്നം കാണാൻ സാധിക്കുന്നത്. ഇനി ഈ മുദ്ര നൽകുന്ന സ്ഥാപനമേത്? അത് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് ഈ ചിഹ്നം നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ISI എന്നതാണ് ഈ ചിഹ്നം. അപ്പോൾ അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. 1955 അത് നിലവിൽ വന്നത്. അത് അത്രയേ ഉള്ളൂ ഇനി ആ ചോദ്യത്തോട് ബന്ധപ്പെട്ടത്. ഇനി 15ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന വകുപ്പുകളുടെ ചുമതല എഴുതുക എന്നതാണ്. അപ്പോൾ 3 വകുപ്പ് എഴുതിയിട്ടുണ്ട്. ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, പിന്നെ ഡ്രഗ് കൺട്രോൾ വകുപ്പ്. അപ്പോൾ അതിൻ്റെ ചുമതലകൾ വായിക്കാം. ലീഗൽ മെട്രോളജി വകുപ്പ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പോ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. പിന്നെ ഡ്രഗ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. ഇനി നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സൂചന പ്രയോജനപ്പെടുത്തി ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിലുള്ള നിയമങ്ങൾ ഏതെന്ന് എഴുതുക. ഇനി അതിലെ കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിനെ സംരക്ഷണം നൽകുന്നു. അതേതാ? അവശ്യ സാധന നിയമം വഴിയാണ് കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്തൃ സംരക്ഷണം ലഭിക്കുന്നത്. ഇനി
ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. അത് ഏത് നിയമത്തിൻ്റെയാണ്? സാധന വിൽപ്പന നിയമം 1930. അത് ആ നിയമത്തിന് പരിധിയിലാണ് ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത്. അവശ്യ സാധന നിയമം 1955 നിലവിൽ വന്ന്. വർഷം ഓർക്കുക. അടുത്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിലുള്ള ചില നിയമങ്ങളും അവ നിലവിൽ വന്ന വർഷങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അവ ശരിയായി ചേർത്ത് പട്ടികപ്പെടുത്തുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്: അവശ്യ സാധന നിയമം, സാധന വിൽപ്പന നിയമം, കാർഷികോൽപ്പന്ന നിയമം, അളവ് തൂക്ക നിലവാര നിയമം. അപ്പോൾ വർഷം കൊടുത്തിട്ടുണ്ട് 1937, 30, 76, 55 എന്നിങ്ങനെ. അപ്പോൾ നമ്മൾ ക്രമപ്പെടുത്തി എഴുതി ഇത് വായിക്കാം. ഉത്തരം എങ്ങനെയാണ്? അവശ്യ സാധന നിയമം 1955, പിന്നെ സാധന വിൽപ്പന നിയമം 1930, കാർഷികോൽപ്പന്ന നിയമം 1937, അളവ് തൂക്ക നിലവാര നിയമം 1976. അപ്പോൾ ആ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത 18ാമത്തെ ചോദ്യമാണ്: ഉപഭോക്തൃ തർക്കങ്ങൾക്ക് ഉപഭോക്തൃ കോടതികൾ വഴി എന്തെല്ലാം തരം പരിഹാരങ്ങളാണ് ലഭിക്കുന്നത്? എഴുതുക. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപഭോക്തൃ തർക്കങ്ങൾക്ക് ഉപഭോക്തൃ കോടതികൾ വഴി എന്തെല്ലാം തരം പരിഹാരങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. പകരം സാധനങ്ങൾ നൽകൽ. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി, ഒരു ഉദാഹരണം പറയും, മൊബൈൽ ഫോൺ വാങ്ങി, നമുക്കതിൽ അവർ പറഞ്ഞ ഉറപ്പുകളൊന്നും ഇല്ല, അവർ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കതിന് പകരം സാധനങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നൽകിയ പണം അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകൽ, അതുപോലെ നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കൽ. ഇതൊക്കെയാണ് ഉപഭോക്തൃ തർക്കങ്ങൾ ഉപഭോക്തൃ കോടതികൾ വഴി എന്തെല്ലാം തരം പരിഹാരങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായി എഴുതേണ്ടത്. ഇനി അടുത്തത് ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതുക. അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ സന്ദർഭങ്ങൾ? വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ ഉണ്ടായാൽ, സേവനങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടായാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാൻ സാധിക്കുന്ന സന്ദർഭങ്ങൾ. ഇനി പരസ്യങ്ങൾ ഉപഭോക്തൃ തർക്കത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സന്ദർഭം എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. അപ്പോൾ അത് നമ്മൾ സാധാരണമാണ്. ചിലർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ച ക്രീം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറ്റായ പരസ്യങ്ങൾ. അപ്പോൾ അതാണ് പരസ്യങ്ങൾ ഉപഭോക്തൃ തർക്കത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സന്ദർഭം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകൽ. ഇനി 21ാമത്തെ ചോദ്യമാണ്: ഉപഭോക്തൃ കോടതികളുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ലളിതമായ നടപടിക്രമങ്ങൾ സാധൂകരിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം വായിക്കാം. പരാതി വെള്ളക്കടലാസിൽ ലളിതമായി എഴുതി സമർപ്പിച്ചാൽ മതി. പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരത്തിൻ്റെ മൂല്യമനുസരിച്ച് കുറഞ്ഞ ഫീസ്. അതാണ് അതിനുത്തരം. ഇനി 22ാമത്തെ ചോദ്യം: ഉപഭോക്തൃ കോടതികളുടെ 2 ലക്ഷ്യങ്ങൾ എഴുതുക. ഇപ്പോൾ ഏതൊക്കെയാണ് ലക്ഷ്യങ്ങൾ? നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുക, ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുക, ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കുക. ഇതൊക്കെയാണ് കോടതികളുടെ ലക്ഷ്യങ്ങൾ. ഇനി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ഘടന വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ഘടന ഇതെല്ലാമാണ്: പ്രസിഡന്റും 2 അംഗങ്ങളും, 1 അംഗമെങ്കിലും വനിത, കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഇനി 24ാമത്തെ ചോദ്യമാണ്: ചുവടെ നൽകിയിരിക്കുന്നവ ഓരോന്നും ഏത് ഉപഭോക്തൃ കോടതിയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ അതിലെ 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പോൾ അതാരായിരിക്കും? എയുടെ ഉത്തരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ് ഈ 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നത്. ഇനി 1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അതാരാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് 1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇനി 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ
മുകളിൽ 1 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരായിരിക്കും? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. ഇനി 25ാമത്തെ ചോദ്യം, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഏതെങ്കിലും 2 അവകാശങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വായിക്കാം. ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. പിന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. ന്യായവിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. ഇതൊക്കെയാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 2 അവകാശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത്. ഇനി സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വായിക്കാം. ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം. ഇനി 27ാമത്തെ ചോദ്യം, ഉപഭോക്താവും ഉപഭോഗവും എന്താണെന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം, വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്, അതായത് കൺസ്യൂമർ. ഇനി മനുഷ്യാവകാശങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. ഓക്കെ, ഇനി അടുത്ത അവസാനമല്ല 28ാമത്തെ ചോദ്യം, വെള്ളവും വായുവും വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, ആവശ്യങ്ങളുടെ വർധനവ്, അശാസ്ത്രീയമായ ഉപഭോഗം, അതൊക്കെയാണ് ഈ വെള്ളവും വായുവും വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ. ഇനി മുകളിൽ സൂചിപ്പിച്ച ചിഹ്നങ്ങൾ പൊതുവായി ഉപഭോക്താവിനെ എങ്ങനെ സഹായിക്കുന്നു? ഓരോ ചിഹ്നവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ISI ഉണ്ട്, FPO ഉണ്ട്, CE, അങ്ങനെ ഈ 3 ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഉത്തരം വായിക്കാം. സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഉപഭോക്താവിനെ ഈ ചിഹ്നങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ISI മാർക്ക് ഉണ്ടോ നോക്കും. അപ്പോൾ അതിൻ്റെ അത് സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ISI മാർക്ക് അതിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഇനി ISI, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ISIയുടെ ഫുൾ ഫോം. ഇനി CE, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് അന്തർദേശീയമായി ഉപയോഗിക്കുന്നതാണ് ഈ CE. യൂറോപ്യൻ കൺഫേമിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് യൂറോപ്യൻ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം. ഇനി FPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്താനാണ് FPO ഉപയോഗിക്കുന്നത്. ഇനി 30ാമത്തെ ചോദ്യം, പഴകിയ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ ഉപഭോക്താക്കൾ ഏതെല്ലാം രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നുവെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ, ചൂഷണം, കൃത്രിമം, ഇതൊക്കെയാണ് പഴകിയ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ ഉപഭോക്താക്കൾ ഏതെല്ലാം രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നുവെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ 30 ചോദ്യങ്ങളാണ് ഈ 10ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠത്തിൽ നമ്മൾ പ്രധാനമായി പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതേവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.